ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നോക്കുമ്പോഴാണ് ഞാൻ ആ കറിയിൽ എത്ര നേരം തവി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും തവി ഇടാൻ പാടില്ല. എൻ്റെ വല്യമ്മച്ചി പറയും ഒരിക്കലും കറി ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ തവി കറിയിലിട്ട് തിളപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് ശരിക്കും ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇനി ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ബീഫ് കറി ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല. ഇങ്ങനെ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. അപ്പം നല്ല കൊഴുപ്പ് വരും, നല്ല മല്ലിപ്പൊടിയും കിട്ടും കേട്ടോ ബീഫ് കറിക്ക്. അപ്പോൾ ഇത് എൻ്റെ കെട്ടിയാണ് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരുവേ. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്ത് സ്റ്റീമറായിട്ട് നമ്മൾ തുണിയൊക്കെ തേക്കുമല്ലേ സ്റ്റീമർ വെച്ചിട്ട്, അതുപോലത്തെ തേപ്പുപൊട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മേശയിൽ വെക്കേണ്ട, ഇങ്ങനെ ഹാങ്കറിൽ അങ്ങനെ തൂക്കിയിട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് തേക്കാന്നൊക്കെ എനിക്ക് പഠിപ്പിച്ച് തരുവാണ് കേട്ടോ. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് തരും. ഞാൻ തന്നെ ഇതൊക്കെ തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ പുള്ളിയുടെ ബനിയനൊക്കെ തേച്ച് നോക്കി, പക്ഷേ ശരിയായില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ഇടാം. അപ്പോൾ ഇതാ വീറ്റ് പൊറോട്ടയാണ് ഇന്ന്. അപ്പോൾ അതൊക്കെ ചൂടാക്കി നന്നായി അടിച്ചെടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഡിന്നർ കഴിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.